കിട്ടിപ്പോയി. ചേട്ടന്മാരെ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങളെ മണം പിടിച്ച് കണ്ടുപിടിച്ചല്ലേ? മണം പിടിച്ചോ? അത് അതെ, മണം പിടിച്ചോ കണ്ടുപിടിച്ചത്. ആണോ? നമ്മളെപ്പോഴാ മണം പിടിച്ചത്? മണം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടോ? മണക്കുഴലോ? കേട്ടിട്ടില്ല. ഞങ്ങൾ രണ്ടെണ്ണം സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ ചേട്ടന്മാർ ഇവിടെ ഇരി. അത് വേണ്ട, ഒരാൾ പോയാൽ മതി. അങ്ങനെയെങ്കിൽ അങ്ങനെ. പോയിട്ട് കുറെ നേരമായല്ലോ, മുങ്ങിയോ? അതാ വരുന്നു. ഈ മത്തങ്ങ തലയിൽ വെച്ച് നടന്നാൽ മാത്രം മതി, മണം കുഴലിലൂടെ കിട്ടും. കുഴൽ പിന്നിലേക്ക് നീണ്ടു കിടക്കുന്നത് കൊണ്ട് പിന്നിലെ മണം പോലും കിട്ടും. കിട്ടുന്നുണ്ടോ? മണം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. മണമുള്ള സാധനമൊന്നും അടുത്തില്ലാത്തത് കൊണ്ടാ. അങ്ങനെ ഒരു സാധനം വരട്ടെ, മണം കിട്ടുന്നത് കാണിച്ചു തരാൻ നടന്നു. എന്തു സാധനം? പറ്റിയൊരു സാധനം അടുത്തുണ്ട്. ഞങ്ങൾ കുഴൽ അങ്ങോട്ട് വെക്കാം. ചേട്ടന്മാർ മണത്ത് മനസ്സിലാക്കിക്കോ. മണമല്ലോ, എന്തോ ശബ്ദമാണല്ലോ വരുന്നത്. അയ്യോ തേനീച്ചോ! തേനീച്ച കൂട്ടിലാ തിരികിയത്, തേനിന്റെ മണം കിട്ടാൻ. മോനെ, നിനക്ക് ആരോഗ്യം തീരെ കുറവാണല്ലോ. നന്നായി എക്സർസൈസ് ചെയ്താലേ ആരോഗ്യം ഉണ്ടാകൂ. എങ്ങനെ ചെയ്യും? മണ്ണ് നിറഞ്ഞ വഴിയിലൂടെ 40 അടി ദൂരം ഓടണം. കാണിക്കാം. ധാരാളം മണ്ണുള്ള വഴിയെ ഓടിക്കോ. കുറച്ചു ഭാഗത്ത് മണ്ണ് കുറവാണെന്ന് മാത്രം. വഴിയിലെ കുഴി സൂത്രത്തിൽ മൂടി വെച്ചിരിക്കുന്നത് ഈ മണ്ടൻ അറിയില്ല. ഇതെന്റെ കുറ്റമല്ല, കുറച്ചു ഭാഗത്ത് മണ്ണ് കുറവാണെന്ന് പറഞ്ഞതല്ലേ. മണ്ണ് കുറഞ്ഞ ഭാഗമായി കുഴി. അതാ ചെന്നായി ഓടി വരുന്നു. എന്ത് പറ്റി? ഞാനൊരു കരടിയെ കൊല്ലെറിഞ്ഞു. അവനതോ പിന്നാലെ വരുന്നുണ്ട്. ഏതു വഴി പോയാൽ രക്ഷപ്പെടാം? താങ്ക് യു. അയ്യോ, പാലം. കിട്ടിപ്പോയി. ഓഫറോ? അതെ, ഞങ്ങള് തിന്നുന്നത് 3 ദിവസത്തേക്ക് നീട്ടി വെക്കണം. അതെന്തിനാ? അതാണ് ഓഫർ. നീട്ടിവെച്ചാൽ 3 ദിവസവും ഓരോ പുതിയ സൂത്രം പറഞ്ഞു തരാം. ഒരു ദിവസം ഒരു സൂത്രം എന്ന കണക്കിൽ 3 ദിവസം. എന്ത് പറയുന്നു? തൊട്ടുന്നതിനു മുമ്പ് ഇവന്മാരുടെ ബുദ്ധി അടിച്ചെടുക്കുന്നതോ ബുദ്ധി. 3 എങ്കിൽ 3, പോരുന്നത് പോരട്ടെ. ശരി, സമ്മതിച്ചു. വെരി ഗുഡ്. ആദ്യ സൂത്രം ഇപ്പോൾ തന്നെ പഠിപ്പിക്കാം. പൊത്തിൽ പാതി എന്ന സൂത്രത്തിന്റെ പേര്. പൊത്തിൽ പാതിയോ? മരത്തടിയുടെ പൊത്തിൽ പകുതി അകത്തും പകുതി പുറത്തുമായി ഇരിക്കണം. ചെയ്തു കാണിക്കാം, അപ്പോൾ മനസ്സിലാവും. 2 പൊത്തുള്ള തടി. ചേട്ടന്മാർ ഓരോ പൊത്തിലും കയറി ഇരി. കൈയെന്നാലേ മാത്രമേ പുറത്തേക്ക് കാണാവൂ. ശരി. ഇനി ഇലകളുള്ള കൊമ്പ് കൈകളിൽ പിടിച്ചോ. എന്നിട്ട് മുഖം മറച്ചു പിടിക്കണം. ഇനി മാനോ മുയലോ അടുത്തു വന്നാൽ കൊമ്പ് എറിഞ്ഞു കളഞ്ഞ് അവരെ ചാടി പിടിക്കാം. അതാണ് പൊത്തിൽ പാതി വിദ്യ. ഉഗ്രൻ സൂത്രം. ഇതിന് തന്നെ വേറൊരു സൂത്രമുണ്ട്. കുഴിയിലിറക്കി വെച്ചാൽ ശരിക്കും മരം പോലെ തോന്നും. ഞങ്ങൾ വള്ളിയെറ്റി വലിച്ചു പൊക്കി തരാം. പൊക്കുമ്പോൾ വീഴാതിരിക്കാൻ ചേട്ടന്മാരെ പതുക്കെ ഒന്ന് കെട്ടാം. ഇനി ഇതിന്റെ സൂത്രം എന്താണെന്ന് പറ. അയ്യോ, ഇപ്പോഴും ഓർത്തത് രണ്ടാ.